ഗൈസ് വെൽക്കം ടു ഋഷീസ് വ്യൂ. നമുക്ക് പുതിയൊരു ഗെയിം നോക്കാം. പുതിയ ഗെയിം എന്ന് വെച്ചാൽ ഞാൻ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തെ മുകളിലായി. അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഈ ഗെയിം സൂപ്പർ സെൽസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്നാണ് പേര്. COC എന്നൊക്കെ പറയും. നമ്മൾ കോമൺ ആയിട്ട് കളിക്കുന്നവരൊക്കെ COC എന്നാണ് പറയാറ്. ഓൾമോസ്റ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 12-13 കൊല്ലത്തിന് മുകളിൽ ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ട്. നല്ലോണം പേര് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ബോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഗെയിമാണ്. നല്ല റേറ്റിംഗ് ഉള്ള ഗെയിമാണ്. ഈ സൂപ്പർ സെൽസിൻ്റെ ഒരുവിധം എല്ലാ ഗെയിംസും അടിപൊളിയാണ്. ഇതേപോലെ ബൂം ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. അതും ഞാൻ ഇതേപോലെ ഒരു 10 വർഷത്തിന് മുകളിൽ കളിക്കുന്നുണ്ട്. ഈ കളിക്കുന്ന വെച്ചാൽ കണ്ടിന്യൂസ് കളിയല്ല, ഗ്യാപ്പ് എടുക്കും, ചെറിയ ഗ്യാപ്പ് എടുക്കും, പിന്നെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ കളിക്കുന്നത്. ഇത് സൂപ്പർ സെൽ IDയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ സേവ് ഒക്കെ ചെയ്തിട്ട് വേണം നമുക്ക് കളിക്കാൻ പറ്റും. അത്യാവശ്യം ഒന്നുമല്ല, നല്ല ഗെയിം തന്നെയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഞാൻ എന്തായാലും ഈ ഗെയിം ഒന്ന് കളിച്ചും കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഓപ്പൺ ചെയ്യാം. അവരുടെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കളിച്ചിട്ട് ഇപ്പോൾ അടുത്ത് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്താണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട്. എൻ്റെ ഇപ്പോൾ ടൗൺ ഹാള് 16 ആയിട്ടുണ്ട്. ഇത് ടൗൺ ഹാള് നമുക്കിപ്പോൾ ലാസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് എത്രയാണ്? ടൗൺ ഹാൾ 8 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. എന്തായാലും സെറ്റ് ചെയ്യണം. നമ്മൊരു ബേസ് ഉണ്ടാക്കിയെടുക്കലാണ്. നമ്മൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൗൺ ഹാൾ മാത്രം ഉണ്ടാവും. അതും ലെവൽ 1 ആയിരിക്കും. അതിനെ നമ്മളിങ്ങനെ വലുതാക്കി ഓരോന്ന് ബിൽഡ് ചെയ്ത് മാക്സിമം ആക്കണം. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടൗൺ ഹാളാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള വാൾസ്, അതേപോലെ അതിനകത്തുള്ള ആർട്ടിലറീസ്, അതേപോലെ അതിനകത്തുള്ള ഡിഫൻസ് എല്ലാം മാക്സിമം ആക്കിയിട്ട് ഞാൻ അടുത്ത ലെവലിലേക്ക് പോകുള്ളൂ. അതാണ് എനിക്ക് ഇത്രയും ടൈം എടുക്കുന്നത്. പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കളിക്കാം. പിന്നെ ഞാൻ കളി തുടങ്ങുന്ന സമയത്ത് ആകെ ഈ ബേസ് മാത്രം, നോർമൽ ബേസ് മാത്രം, അവിടെ നിന്ന് നേരെ അറ്റാക്കിലേക്ക് പോയിട്ട് ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറേ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഷിപ്പ് വേണ്ടിയില്ല. ഇത് ബിൽഡേഴ്സ് ബേസിലേക്കുള്ള പോകുന്നതാണ്. ബിൽഡേഴ്സ് ബേസ് ഒരു തന്നെ മാക്സ് ആയിട്ടുണ്ട്. ഇനി വാൾസ് മാത്രം മാക്സ് ആവുള്ളൂ. ഓൾ അപ്ഗ്രേഡ് കംപ്ലീറ്റഡ് ആണ്. ട്രൂപ്സ് എല്ലാം അതേപോലെ വാൾസ് മാത്രമേ ഇനി അപ്ഗ്രേഡ് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ മാക്സ് ആക്കി തരും. ബിൽഡേഴ്സ് ബേസ് 2 എണ്ണം വരുന്നുണ്ട്. ഒരെണ്ണം അറ്റാക്ക് കഴിഞ്ഞിട്ട് നേരെ ഈ അറ്റാക്കിലേക്ക് പോകുമ്പോൾ 200% അറ്റാക്ക് വരുന്നത്. 100%, 100%, അങ്ങനെ 200%. അങ്ങനത്തെ ഒരു ബേസ്. ഇതൊരു വന്നിട്ട് ഒരു 4-5 വർഷമായിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ കളിച്ചത് ഒരു ഇത് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. ഇതെല്ലാം മാക്സാണ്. തിരിച്ച് തന്നെ പോവാം. നമ്മൾ മെയിൻ നമ്മളുടെ ബേസിലേക്ക് തന്നെ പോവാം. ഇതിനകത്ത് തന്നെ നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ ക്ലാൻ ഗെയിമുകൾ വന്നിട്ടുണ്ട്. സാധാരണ അങ്ങനെ ഗെയിമുകൾ മിനി ഗെയിമിൻ്റെ ഉള്ളിൽ വീണ്ടും മിനി ഗെയിംസ് എന്ന് പറയില്ല, അങ്ങനെയൊക്കെയാണ്. ഇതിനകത്ത് വാറുണ്ട്. നമുക്ക് വാർ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഈ വാറിലുണ്ടായിരുന്നു. ബേസ് ഓൾറെഡി അറ്റാക്ക് ചെയ്തിട്ട് 1 സ്റ്റാർ അവർ കിട്ടിയിട്ടുണ്ട്. അറ്റാക്ക് ചെയ്തിട്ട് 2 സ്റ്റാർ വിഷയമുണ്ട്. 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. 2 ബേസ് അറ്റാക്ക് ചെയ്തിട്ട് മൊത്തം 5 സ്റ്റാർ കിട്ടിയിരുന്നു. അങ്ങനെ ഒരു ടൈം പോകുന്നൊരു ഗെയിമല്ല, പക്ഷേ നല്ലൊരു ഗെയിമാണ്. ഞാനിപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ട്രൂപ്സ് ഇപ്പോൾ ഈ പുതിയ ടൗൺ ഹാൾ വന്നേ പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യാനിരിക്കുക. ഇപ്പോൾ റൂട്ട് റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ട്രൂപ്പിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഓരോ ലെവലും ഓരോന്നിൻ്റെയും ലെവലിങ്ങനെ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാക്സിമം ആക്കിയിട്ട് അടുത്ത ലെവലിലേക്ക് പോകുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രൂപ്സുകൾ ഞാൻ കാണിച്ചത് ഒരുവിധം എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൗൺ ഹാള് 15 ഫുള്ളാവുന്ന എല്ലാം ഞാൻ മാക്സിമം ആക്കിയിട്ടാണ് ടൗൺ ഹാൾ 60 വന്നതെന്ന് നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ ഹീറോസിനൊക്കെ നോക്കി നോക്കുക. ഹീറോസ് എന്ന് വെച്ചാൽ കിങ് ഉണ്ട്, ക്യൂൻ ഉണ്ട്, മിനിയൻസ് ഉണ്ട്, അതേപോലെ ഗാർഡിയൻ ഉണ്ട്, അതേപോലെ ചാമ്പ്യൻ ഉണ്ട്. ഇപ്പോൾ പുതിയ ഒരെണ്ണം വന്നാണ് ഡ്രാഗൺ, അതും കൂടി ചേർത്തിട്ടാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഹീറോസ്. ഡ്രാഗൺ ഡ്യൂക്ക് അതാണ് പുതിയ ആൾ കേട്ടോ. കുഴപ്പമില്ല, രസമാണ് കളിക്കാൻ, നല്ല രസമാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മളിപ്പം കൂടെ ഒരു കമ്പനിയനെ കണ്ട ആ കമ്പനിയനെ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെയാണ് കമ്പനിയൻസ്, പെറ്റ്സ് എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഓരോ ടൗൺ ഹാൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ചിട്ടും ഈ പെറ്റ് ഹൗസ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു സപ്പോർട്ടാണ്. അവർ ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സാണ്. ഒരെണ്ണത്തിന് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ഡിഫൻസ് ആയിരിക്കും. അങ്ങനെ ഈ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഇത് കളിച്ചു. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് വീണ്ടും കളിക്കും. അത്രയും നല്ലൊരു ഗെയിമാണ്. ഈ ഗെയിം കളിച്ചേ പറ്റൂ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗെയിം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഗെയിമാണ് സൂപ്പർ സെൽസ്. കളിക്കുക. ഇത് തന്നെ പരിപാടി. ഇതിനകത്ത് ഓരോന്ന് ടൈം അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ടൈമുകളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. 5 ദിവസം 6 ദിവസം അങ്ങനെയൊക്കെയാണ്. 8 അവർ 2 അവർ അതൊക്കെ ഇപ്പോൾ കഴിയാറായാണ് കേട്ടോ. ഇതിപ്പോൾ ഏതാണ് ഹീറോസ് ഹാളിൽ നമ്മുടെ ഹീറോസിൻ്റെ ലെവലുകളൊക്കെ ഉണ്ട്. 90 ആയിട്ടുണ്ട്. ആർച്ചറിക്കും 90 ആണ്. അത് ലാസ്റ്റ് ലെവലിൽ മാക്സിമം ആക്കിയിരിക്കുന്നതാണ്. ഇതിൽ കൂടുതൽ ഇനി പോകില്ല. ഇനി ഹീറോ ഹാൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ടൗൺ ഹാൾ ലെവൽ
10ലേക്ക് ആക്കിയാൽ മാത്രമേ എനിക്ക് പുതിയത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് കുറേ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഉണ്ട്, ഇവിടെ ഈ നമ്മുടെ ഡ്രാഗൺസ്, ഇതൊക്കെ നമുക്ക് ഓരോ ഇവൻറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇത്ര ഇവൻറ്റുകളൊക്കെ കളിച്ചെന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ 2016 മുന്നേ കളി തുടങ്ങിയാണെന്ന് പറഞ്ഞില്ല, 10 വർഷത്തിന് മുന്നേ. അതിന് തെളിവായിട്ടാണ് ഓരോ ക്രിസ്മസിനും അവർ ഇതേപോലെ ഇങ്ങനെ ഓരോ ക്രിസ്മസ് ട്രീസ് കിട്ടും. ഇത് 2021, 2025, 2020, 2019, 2016. ഇതിന് മുന്നത്തെ ഉണ്ടായിരുന്നു. ഞാനൊരുത്തന് എൻ്റെ മൊബൈൽ ഒരു ദിവസം ഒന്ന് പിടിക്കാൻ കൊടുത്തത്. അവൻ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തതാണ്. ഇതിങ്ങനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും, സ്റ്റാഷിൽ ഇട്ട് കളയാൻ പറ്റും. അങ്ങനെ അവനെടുത്ത് കളഞ്ഞാൽ. അല്ലെന്നുണ്ടെങ്കിൽ 2013 തൊട്ടുള്ള ഞാൻ കാണിച്ചു തന്നെ. എന്തായാലും ഈ ഗെയിം കളിക്കുക, കളിച്ചിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് എടുത്ത് ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ട്രൂപ്സ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു അറ്റാക്ക് എടുത്ത് കാണിച്ചു തരാം. ബേസ് ഒന്നും നോക്കില്ല, നോർമൽ ഒരു ബേസ് വെച്ച് അറ്റാക്ക് ചെയ്യാം. ഈ ഗെയിമിൻ്റെ ആൻഡ്രോയിഡിൻ്റെ iOS-ൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഒന്ന് നോക്കിക്കോ. ഈ ബേസ് അറ്റാക്ക് ചെയ്യാൻ എനിക്കൊരു കേരള ജയൻ്റ് എന്നിട്ടുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഞാനുള്ളത്. പ്ലാൻ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ ട്രൂപ്സ് നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യുക. ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇതിനകത്ത് കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഈ ഓപ്ഷൻസൊക്കെ നമുക്കിപ്പോൾ ഓൾറെഡി ഓരോ ഗെയിം ഇവൻറ്റുകളൊക്കെ കളിച്ചിട്ട് കിട്ടുന്നതാണ്. എന്തായാലും ഈ ഗെയിം കളിക്കുക, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ്